ഹാഷ്മി, ഇപ്പോൾ പുഴയിലേക്ക് പൂർണ്ണമായി കേന്ദ്രീകരിക്കുകയാണോ തെരച്ചിൽ? ഹാഷ്മി, എന്ത് വേണം മനസ്സിലാക്കാം ഉന്മേഷ്. കാര്യം കരയിലെ പരിശോധന ഈ 3 ദിവസം കർശനമായി നടത്തിയിട്ടും കാര്യമായ എന്തെങ്കിലും തരത്തിലുള്ള സൂചന കിട്ടുന്നില്ല. ഇന്നായിരുന്നു അതിന് ടോപ്പ് ഒരു ദിവസം എന്ന് പറഞ്ഞാൽ ഇന്ന് ഏറ്റവും ഉച്ചയോടെ ഒരു പ്രധാനപ്പെട്ട സിഗ്നൽ കിട്ടിയതാണ്. അത് ഒരു വണ്ടിയുടെ സിഗ്നൽ, വ്യാപ്തിയുള്ള സിഗ്നൽ, സ്ട്രെങ്ത് ഉള്ള സിഗ്നൽ എന്നൊക്കെ രക്ഷാപ്രവർത്തനം ഏതാണ്ട് വണ്ടി തന്നെയാണ് എന്ന് സ്ഥിരീകരിച്ച ഒരു സിഗ്നൽ ആയിരുന്നു അത്. പക്ഷേ അതും നിരാശയായിരുന്നു ഫലം. 8 മീറ്റർ ആഴത്തിൽ കണ്ട സിഗ്നൽ മണ്ണ് തുറന്നു പോയപ്പോഴേക്കും അത് വാഹനമല്ല, അത് ഈ പറയുന്ന പോലെ ധാതു സാന്നിധ്യമുള്ള വലിയ പാറക്കഷ്ണമാണ് എന്ന് തിരിച്ചറിയുകയായിരുന്നു. അതിനുശേഷം ആ ശ്രമം ഉപേക്ഷിച്ചു. അതോടുകൂടി കരയിലെ എന്ന് പറഞ്ഞാൽ മണ്ണിടിഞ്ഞ് വീണ ഇമ്മീഡിയറ്റ് കരയിലെ രക്ഷാപ്രവർത്തനം ഏതാണ്ടൊക്കെ അവസാനിച്ചു എന്ന് പറയാം. കാര്യം ഇന്നലെ ഒരു മൺകൂന കേന്ദ്രീകരിച്ചായിരുന്നു. അതിൽ പൂർണ്ണമായി പരിശോധിച്ചു. ലോറിയുടെ സാന്നിധ്യം ഉണ്ടായില്ല. അതിനുശേഷം ഇന്നായിരുന്നു രണ്ടാമത്തെ ഒരു മൺകൂന, പാറയൊക്കെയുള്ള വലിയ മൺകൂന. അതിലുണ്ടാകുമെന്ന് തന്നെയായിരുന്നു രക്ഷാപ്രവർത്തകരുടെ മനാഫ് അടക്കമുള്ള ലോറി ഉടമകളുടെ പ്രതീക്ഷ. അതിന് കാരണം ആ മേഖല കേന്ദ്രീകരിച്ചായിരുന്നു GPS സിഗ്നൽ, ഈ മൊബൈലിന്റെ അവസാന ലൊക്കേഷനൊക്കെ ആ മേഖല കേന്ദ്രീകരിച്ചായിരുന്നു. അതുകൊണ്ട് അവിടെ ഉണ്ടാകും എന്ന് തന്നെയായിരുന്നു അടിയുറച്ച പ്രതീക്ഷ. എന്തായാലും ആ പ്രതീക്ഷ അസ്തമിക്കുന്നു. 7-ാം നാൾ വൈകുന്നേരം ആകുമ്പോഴേക്കും കരയിൽ ഉണ്ടാകുമെന്നുള്ള മൺകൂനകൾ ഉണ്ടാകുമെന്നുള്ള പ്രതീക്ഷ ഏതാണ്ട് അസ്തമിക്കുന്നതാണ്, അവസാനിക്കുന്നതിന്റെ അല്പം വേദനയോടുകൂടി പറയണം ഉന്മേഷ്. ഇനിയിപ്പോൾ നടക്കുന്നത് പുഴ കേന്ദ്രീകരിച്ചുള്ള പരിശോധനയാണ്. പുഴയിൽ ഒരു സിഗ്നൽ കിട്ടിയിരുന്നു. പുഴയും കരയും ചേരുന്ന ഭാഗത്താണ് ഒരു വലിയ മൺതിട്ടയുണ്ട്. ആ മൺതിട്ട കേന്ദ്രീകരിച്ചാണ് ഇപ്പോൾ പരിശോധന നടക്കുന്നത്. എന്ന് പറഞ്ഞാൽ ആ മേഖലയിൽ ഈ ഫോൺ അടിക്കുക എന്ന് പറഞ്ഞാൽ പൂർണ്ണമായി വണ്ടിയും എല്ലാം കൂടി വെള്ളത്തിലേക്ക് ഗംഗാവലി പുഴയിലേക്ക് വീണ് പോയെങ്കിൽ ഈ ഫോൺ അടിക്കുക എന്നുള്ളത് അസാധ്യമാണ്. അതുകൊണ്ട് ഈ ഫോൺ അടിച്ചു എന്നുള്ള പോസിബിലിറ്റി വെച്ച് GPS കിട്ടി വണ്ടി ഓണായി ഓഫായി എന്ന പോസിബിലിറ്റി ഒക്കെ വെച്ചിട്ടാണ് ഈ കരയും പുഴയും ചേരുന്ന ഭാഗത്തെ മണ്ണിൽ പരിശോധന നടക്കുന്നത്. അവിടെയും ഒരു സിഗ്നൽ കിട്ടി. പക്ഷേ ആ സിഗ്നൽ ആദ്യഘട്ടത്തിൽ കിട്ടിയ സിഗ്നൽ പോലെ ഒരു സ്ട്രെങ്ത് ഉള്ള സിഗ്നൽ ആണോ എന്ന് പറയുന്നില്ല രക്ഷാപ്രവർത്തകർ. എന്തായാലും കരയിലെ രക്ഷാദൗത്യത്തിൽ ഈ സിഗ്നൽ കേന്ദ്രീകരിച്ച് നടത്തിയ രക്ഷാദൗത്യത്തിൽ അങ്ങനെ വണ്ടി കണ്ടെത്തിയിട്ടില്ല എന്ന് ജില്ലാ ഭരണകൂടത്തെ ഔദ്യോഗികമായി തന്നെ ആർമി അറിയിക്കുകയാണ്, ദൗത്യസംഘം അറിയിക്കുകയാണ്. അതിനുശേഷമാണ് ഇപ്പോൾ പുഴ കേന്ദ്രീകരിക്കുന്നത്. ഇപ്പോൾ ഈ കരയിലും പുഴയിൽ നടക്കുന്ന ഈ മേഖലയിൽ നടക്കുന്ന ആ തിട്ടയിൽ നടക്കുന്ന അതിന് വണ്ടി കണ്ടെത്താൻ കഴിയുന്നില്ലെങ്കിലാണ് ഗംഗാവലി പുഴയിലേക്ക് പൂർണ്ണമായി രക്ഷാപ്രവർത്തനം അങ്ങോട്ടേക്ക് കേന്ദ്രീകരിക്കുക എന്ന് പറയുമ്പോൾ കുറച്ചുകൂടി സങ്കീർണമാകുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ ഉന്മേഷ്. നല്ല സങ്കീർണമാണ് എന്ന് പറഞ്ഞാൽ പുഴയിൽ ഇപ്പോഴും വെള്ളം കുത്തിയൊഴുകുകയാണ്. അവിടെ വലിയ ആഴത്തിൽ വലിയ അടിയൊഴുക്കുള്ള സ്ഥലമാണ്. ആ അടിയൊഴുക്കിൽ ഏത് രീതിയിലാണ് രക്ഷാപ്രവർത്തനം നടക്കുക എന്നുള്ള കാര്യം ഏതാണ്ട് അജ്ഞാതമാണ് എന്ന് തന്നെ പറയാം. കാര്യം ഈ സംവിധാനം ഒന്നും അതിൽ മതിയാവില്ല. ഇത്രത്തോളം സംവിധാനങ്ങൾ, ഇതിൽ പരം യന്ത്ര സംവിധാനങ്ങൾ, ഇതിൽ പരം മനുഷ്യോപശേഷമൊക്കെ അതിനാവശ്യമായി വരും. അതിനുള്ള സംവിധാനങ്ങൾ തൽക്കാലം നിലവിൽ ഇവിടെ ഒന്നുമില്ല. അതൊരു പക്ഷേ അതിന് വരും ദിവസങ്ങളിൽ എത്തിച്ച് പുഴയിലേക്കുള്ള ആ സെർച്ച് കൂടുതൽ കാര്യക്ഷമമാക്കാനാണ് സാധ്യത. എന്തായാലും 7-ാം നാളും ഡേ 1 പോലെ തന്നെയാണ്. പ്രത്യേകിച്ച് ഒരു സൂചനയും കിട്ടുന്നില്ല. സിഗ്നലുകൾ ഉണ്ട് എന്നതല്ലാതെ അർജുന്റെയോ വണ്ടിയുടെയോ ഏതെങ്കിലും തരത്തിൽ പ്രഷർ കൊടുക്കാനോ അർജുന്റെ വീട്ടുകാർക്ക് സമാധാനത്തിൽ കൊടുക്കാനോ ആയിട്ടുള്ള ഒരു പോസിറ്റീവ് സിഗ്നൽ ഇപ്പോൾ കിട്ടുന്നില്ല. ഏതാണ്ട് എനിക്ക് തോന്നുന്നു ഇന്നത്തെ ഈ പുഴയിലേക്കുള്ള തെരച്ചിൽ തുടങ്ങുന്നതോടുകൂടി കര കേന്ദ്രീകരിച്ചുള്ള ആ ദൗത്യം ഏതാണ്ട് പൂർണ്ണമാകുന്നെന്ന് തന്നെ പറയാം. അതിനുശേഷം അത് വൈൻഡപ്പ് ചെയ്യുന്നു. കാര്യം ഇവർക്ക് അല്ലെങ്കിൽ തന്നെ ആ ദൗത്യം വൈൻഡപ്പ് ചെയ്യേണ്ടത് ആവശ്യകത എന്ന് പറഞ്ഞാൽ ഇവിടെ 100 കണക്കിന് ലോറികൾ ഈ വഴി പോകാൻ വേണ്ടി കാത്തു നിൽക്കുകയാണ്. അപ്പോ ആ ദൗത്യം അവസാനിച്ചാൽ മാത്രമേ ആ റോഡ് തുറന്നു കൊടുത്ത് അങ്ങോട്ടേക്കുള്ള യാത്ര സുഗമമാകൂ. അതുകൊണ്ട് തന്നെ അതിനിയും അധികം നീളാനിടയില്ല എന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത്. ഒരു പക്ഷേ നാളെ മുതൽ വീണ്ടും ഇപ്പോൾ നടക്കുന്ന പുഴയുടെ തിട്ട കേന്ദ്രീകരിച്ച് നടക്കുന്ന അന്വേഷണത്തിലും ഏതെങ്കിലും പോസിറ്റീവ് സിഗ്നൽ കിട്ടുന്നില്ലെങ്കിൽ നാളെ മുതൽ പൂർണ്ണമായി ഗംഗാവലി പുഴയിലേക്ക് രക്ഷാദൗത്യം നീങ്ങുകയാണ്, ഫോക്കസ് രക്ഷാദൗത്യം നീങ്ങുകയാണ്. അത് അതീവ ദുഷ്കരമാണ്. അതിന്റെ എൻഡ് റിസൾട്ട് എന്താണെന്ന് നമുക്ക് കാത്തിരുന്ന് തന്നെ കാണണം. കാശ്മീർ, ഇപ്പോൾ ഈ സമാന്തരമായി തന്നെ പുഴയിലും തെരച്ചിലുണ്ടായിരുന്നല്ലോ. കരയിൽ ഒരു ഭാഗത്ത് തെരച്ചിൽ നടക്കുമ്പോൾ സിഗ്നൽ കിട്ടിയിടത്തൊക്കെ മണ്ണ് നീക്കിയുള്ള പരിശോധന നടക്കുമ്പോൾ സമാന്തരമായി പുഴയിലും തെരച്ചിലുണ്ടായിരുന്നുവല്ലോ. അപ്പോൾ ഇനി പുഴയിലേക്ക് മാത്രമായി കേന്ദ്രീകരിക്കുന്നു എന്ന് പറയുമ്പോൾ ഇതുവരെയുള്ള പുഴയിലെ തെരച്ചിലിൽ കാര്യമായ വിവരങ്ങളൊന്നുമില്ലല്ലോ ഹാഷ്മി? ഉന്മേഷ്, എന്ന് പറഞ്ഞാൽ ഈ വണ്ടി ഗംഗാവലി പുഴയിൽ ഈ വാഹനമില്ല എന്ന് ആദ്യം പറയുന്നത് നേവിയുടെ ഡൈവർ സംഘമാണ്. അത് ആദ്യ മണിക്കൂറുകളിൽ തന്നെ അതിൽ ആദ്യം എത്തിയ നേവി സംഘം ഒരു പ്രാഥമിക പരിശോധന നടത്തി അങ്ങനെ ഒരു വണ്ടിയില്ല എന്ന് കണ്ടെത്തിയിരുന്നു. അതിനുശേഷം എന്തായാലും ഇത് ഒരു വലിയ വണ്ടിയാണല്ലോ ഉന്മേഷ്. ഇപ്പോൾ ഒരു അർജുൻ എന്ന ഒരു വ്യക്തിക്കപ്പുറം ഒരു വലിയ വാഹനമാണ്. വലിയ വാഹനം എന്ന് പറഞ്ഞാൽ വലിയ ടൺ, ഒരു നിറ ടൺ
തടിലോറിയാണ്. അപ്പൊ ഇത് എന്തിന്റെയൊക്കെ സൂചന എവിടെയെങ്കിലും ഒക്കെ ഉണ്ടാവേണ്ടതാണ്. ഇതിപ്പോ ആദ്യഘട്ടത്തെ പരിശോധനയിൽ കാണുന്നില്ല. പിന്നീട് സിഗ്നൽ കേന്ദ്രീകരിച്ച പരിശോധനകളൊന്നും ഒന്നും എവിടെയും കാണാൻ കഴിയുന്നില്ല. അതിനെ തുടർന്നാണ് ഇപ്പൊ ഗംഗാവലിയിലേക്ക് ഇപ്പൊ സമാന്തരമായി ഗംഗാവാലി പുഴയിൽ അന്വേഷണം നടക്കുന്നു എന്ന് പറയുമ്പോൾ പോലും അത് തുച്ഛമാണ് ആ അന്വേഷണം എന്ന് പറയേണ്ടി വരും. ആകെ 1-2 ഡൈവർ സംഘം മാത്രമേ ഉള്ളൂ. ഒന്നോ രണ്ടോ ഡൈവർ സംഘം മാത്രമേ ഈ പുഴയിൽ ഉണ്ടായിരുന്നുള്ളൂ. അത് ഈ പുഴയുടെ ഒരു വ്യാപ്തിയും ഒരു വലിയ പുഴയാണ് ഉന്മേഷം എന്ന് പറഞ്ഞാൽ വലിയ ആഴത്തിൽ വീതിയിൽ പരന്നൊഴുകുന്ന കുത്തിയൊഴുകുന്ന കണ്ടാൽ പേടി തോന്നുന്ന വല്ലാതൊഴുകുന്ന ഒരു പുഴയാണ്. അതിൽ ഈ 2-3 ഡൈവർ സംഘം കൊണ്ട് പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല, അത് എവിടെയും എത്തില്ല. അപ്പൊ ഇനിയിപ്പോ ഞാൻ നേരത്തെ പറഞ്ഞത് ഈ പുഴയിലെ പരിശോധന നടത്തണമെങ്കിൽ ഈ സംവിധാനം മതിയാവില്ല. അതിന് സേനയുടെയും നാവികസേനയുടെയും ഒക്കെ കുറച്ചുകൂടി വിപുലമായ മാസ്യമായ സംവിധാനങ്ങൾ ഉണ്ടായാൽ മാത്രമേ ഈ അർത്ഥത്തിലുള്ള നമ്മൾ ആഗ്രഹിക്കുന്ന അർത്ഥത്തിലുള്ള ഒരു രക്ഷാദൗത്യം ഗംഗാവലി പുഴയിൽ സാധ്യമാവുകയുള്ളൂ. ഇപ്പോൾ സമാന്തര അന്വേഷണം നടക്കുമ്പോൾ പേരിന് 2-3 ഡൈവർ സംഘങ്ങളൊക്കെ ഉള്ളൂ. അതിൽ നിന്ന് കിട്ടാവുന്ന വിവരങ്ങളും ഏറെ പരിമിതമാണ്. അപ്പോൾ ഒരുപക്ഷെ അവിടെ സമാന്തര അന്വേഷണം നടക്കുമെന്ന് പറയുമ്പോൾ പോലും ഇപ്പോഴും ഏറ്റവും ഒടുവിലും രക്ഷാദൗത്യ സംഘത്തിന് ഈ കരയിൽ ഈ മൺകൂനകളുള്ള സ്ഥലത്ത് മൺകൂമ്പാരങ്ങളുള്ള സ്ഥലത്ത് വാഹനം ഉണ്ടാകും എന്ന് നിറഞ്ഞ പ്രതീക്ഷയായിരുന്നു. ആ പ്രതീക്ഷ അസ്തമിക്കുന്നത് ഏതാണ്ട് ഈ സമയത്തൊക്കെയാണ്. ആ സിഗ്നൽ ഏറ്റവും ഒടുവിൽ കിട്ടിയ ഏറ്റവും സ്ട്രെങ്തുള്ള സിഗ്നലും അത് വാഹനമല്ലാത്ത തിരിച്ചറിവിലാണ് ആ പ്രതീക്ഷകൾ ഏതാണ്ട് അസ്തമിക്കുന്നത്. ഇനിയിപ്പോൾ പുഴയിലേക്കുള്ള രക്ഷാപ്രവർത്തനം കൂടുതൽ സാമഗ്രികളോട് ഇപ്പോൾ പ്രധാനമായും ശ്രദ്ധ കേന്ദ്രീകരിച്ചിരുന്നത് കരയിലുള്ള തെരച്ചിലും രണ്ടാമത് ഗംഗാവാലിയുമായിരുന്നു. ഇനിയിപ്പോൾ അന്വേഷണത്തിൽ തെരച്ചിലിന്റെ ഫോക്കസ് ഒന്നാകെ ഗംഗാവാലി പുഴയിലേക്ക് ഇറങ്ങുമ്പോൾ ഏത് തരത്തിൽ ആളും അർത്ഥവും അതിനുവേണ്ടി എത്തും എന്നൊക്കെ നമുക്ക് കാത്തിരുന്ന് കാണാം. എന്തായാലും ഏതാണ്ട് നമുക്ക് തോന്നുന്നു കര കേന്ദ്രീകരിച്ചുള്ള പരിശോധന ഏതാണ്ട് വൈൻഡപ്പ് ചെയ്യുന്നു. നാളെ മുതൽ പുഴ പൂർണ്ണമായി ഗംഗാവാലി പുഴ കേന്ദ്രീകരിച്ചുള്ള അന്വേഷണത്തിലേക്ക് തന്നെ പോകും. കാര്യം നമ്മൾ ഇന്നലെ മിനിഞ്ഞാന്ന് നമുക്ക് കണ്ടാൽ 8 മണി 8:15 ആകുമ്പോഴേക്കും ഇവിടുത്തെ രക്ഷാദൗത്യം അവസാനിപ്പിക്കും നമ്മൾ കണ്ടിട്ടുള്ളതാണ്. ഇന്നും ഏതാണ്ട് സമാനമായ കാഴ്ച തന്നെ കാണാൻ ഇടയുള്ളൂ. കാര്യം വലിയ മഴ വരുന്നുണ്ട്. ഇപ്പോൾ തന്നെ വലിയ പെയ്ത്തുണ്ട്. ആ പെയ്ത്ത് കൂടുതൽ കടുത്തു കഴിഞ്ഞാൽ രക്ഷാദൗത്യം അവസാനിപ്പിക്കും. നാളെ ഇനി ഇറങ്ങുകയാണെങ്കിൽ ഒരുപക്ഷെ നാളെ ഗംഗാവാലി പുഴ കേന്ദ്രീകരിച്ച് തന്നെയാകും ഇറങ്ങുക. ഈ തിട്ട കേന്ദ്രീകരിച്ചുള്ള അന്വേഷണം അധിക സമയം എടുക്കില്ല എന്നാണ് അറിയാൻ കഴിയുന്നത്. അത് നമ്മളിപ്പോൾ പരിശോധിച്ച മൺകൂന പോലെ ഉള്ള ഒരു വലിയ ഏരിയ ഒന്നുമല്ല ഈ മൺതിട്ട. നീളത്തിൽ കിടക്കുന്ന തിട്ടയാണ്. അത് പെട്ടെന്ന് അതിന്റെ പരിശോധന പൂർത്തിയാക്കാൻ കഴിയും എന്നാണ് അറിയാൻ കഴിയുന്നത്. അവിടെയാണ് ഇപ്പോൾ ഡ്രഡ്ജിംഗ് എന്ന സാങ്കേതികമായി വിളിക്കാൻ കഴിയില്ലെങ്കിൽ കൂടിയും സമാനമായ രീതിയിലൊക്കെ ചെയ്താൽ മാത്രമേ അവിടുത്തെ ഈ പൂർണ്ണാർത്ഥത്തിൽ അറിയാൻ കഴിയുള്ളൂ. അതോടൊപ്പം തന്നെയാണ് ഉന്മേഷിയും നമ്മൾ നേരത്തെ ഉള്ള ആകാശ ദൃശ്യങ്ങൾ കാണുന്നത് പോലെ പുഴയ്ക്ക് ഏതാണ്ട് ഒത്ത നടുവിലായി മണ്ണ് നികന്ന ഒരു വലിയ ദ്വീപ് പോലെയോ ഒരു ചെറിയ കുന്നു പോലെയോ രൂപപ്പെടുന്നത്. ഒരാൾ പൊക്കത്തിലൊക്കെ പുഴയ്ക്ക് മുകളിലേക്ക് രൂപപ്പെടുന്നുണ്ട്. അതിനകത്തൊക്കെ നോക്കണമെന്നുണ്ടെങ്കിൽ ഡ്രഡ്ജിംഗ് തന്നെ വേണ്ടിവരും. അതിനകത്തൊക്കെ നോക്കണമെന്നുണ്ടെങ്കിൽ വലിയ മനുഷ്യാധ്വാനവും വലിയ സാങ്കേതിക സഹായമൊക്കെ ഉണ്ടെങ്കിൽ മാത്രമേ ഈ പുഴയ്ക്ക് നടുവിൽ രൂപം കൊണ്ട എന്ന് പറഞ്ഞാൽ ഈ മാമല ഇടിഞ്ഞ് ചെത്തി വീണ് അതിനുള്ളിൽ നികന്ന ആ മണ്ണിനിടയെ പരിശോധന നടത്തണമെങ്കിൽ വലിയ സംവിധാനം ആവശ്യമുണ്ട്. ആ സംവിധാനമൊക്കെ നാളെയൊക്കെ സർക്കാർ സംവിധാനം അറേഞ്ച് ചെയ്യുമെന്ന് തന്നെ പ്രതീക്ഷിക്കാം. ഏറ്റവും ഒടുവിൽ മനാഫ് പറയുന്നുണ്ടായിരുന്നു, ഞങ്ങൾ രാത്രിയിലും രക്ഷാദൗത്യം നടത്താൻ തയ്യാറാണ്. അതിന് 25 പേരുടെ അനുമതി. 25 പേർക്ക് നേരത്തെ അവിടെ മലയാളി രക്ഷാദൗത്യം നടത്തുമ്പോൾ പോലീസുകാർ ഇറങ്ങിപ്പോയി അനുവാദമില്ലാതെ ഇറങ്ങിപ്പോകണം എന്നൊക്കെ പറഞ്ഞൊരു ഷോ ഓഫ് കാണിച്ചിരുന്നു ഉന്മേഷ് അവിടെ. അതിന് പിന്നാലെ 25 പേർക്ക് അനുവാദം വാങ്ങിയിരുന്നു. ആ 25 പേർ അവിടെ നിന്ന് രാത്രിയിലും രക്ഷാപ്രവർത്തനം നടത്താൻ തയ്യാറാണ് എന്നൊക്കെ അറിയിച്ചിരുന്നതാണ്. പക്ഷെ അതൊക്കെ എത്രത്തോളം പ്രാക്ടിക്കലാണ് ഇനിയുള്ള സാഹചര്യത്തിൽ അറിയില്ല. മനാഫ് പറയുന്നുണ്ട്, രാത്രി ഞങ്ങൾ കുറച്ച് വെളിച്ചം അറേഞ്ച് ചെയ്താലും എങ്ങനെയെങ്കിലും ഒരു സംവിധാനം ഒരുക്കുമോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അത് മുഖ്യമന്ത്രി തലത്തിലൊക്കെ ഇടപെട്ടാൽ രാത്രി ഈ ഏരിയയിൽ വെളിച്ചം അറേഞ്ച് ചെയ്യാൻ കഴിയും എന്നൊക്കെയുള്ള പ്രതീക്ഷ അവിടെ ഉണ്ട്. പക്ഷേ ഈ സിഗ്നലിലും വണ്ടിയില്ല എന്ന് സൈന്യം സ്ഥിരീകരിക്കുമ്പോൾ അവിടെ നമ്മുടെ മലയാളി രക്ഷാപ്രവർത്തനം അവിടെ തന്നെയുണ്ട്. അവർ കൂടെ ഉള്ളപ്പോഴാണ് സ്ഥിരീകരിക്കുമ്പോൾ ഇനിയിപ്പോ രാത്രിയുള്ള അവിടെയുള്ള പരിശോധനകൾക്ക് പ്രസക്തി ഉണ്ടോ എന്നറിയില്ല. ഉന്മേഷ് ഒരു സാമാന്യ വ്യക്തിക്ക് മനസ്സിലാക്കേണ്ടത് ഇന്നത്തോടുകൂടി കര കേന്ദ്രീകരിച്ച രക്ഷാപ്രവർത്തനം ഏതാണ്ട് തീരുകയും ഇനി നാളെ മുതൽ ഗംഗാവാലി പുഴയിലേക്ക് കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്ത് രക്ഷാദൗത്യം തുടരുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ. ഹാഷ്മിയിലേക്ക് എത്താം. ഇപ്പോൾ അരുൺ പൂപ്പറമ്പ് കൂടി ചേരുന്നുണ്ട്. അരുൺ, ഇപ്പോൾ ഈ പുഴ കരയിൽ അവിടേക്ക് തെരച്ചിൽ പൂർണ്ണമായി കേന്ദ്രീകരിക്കുകയാണോ? പുഴയിലേക്ക് എന്നുള്ളത് നേരത്തെ തന്നെ ഉണ്ട് തെരച്ചിൽ. ഈ പുഴക്കരയിലേക്ക് തെരച്ചിൽ അതാണോ ഇപ്പോൾ അവിടെ നടക്കുന്നത്? ഉന്മേഷ്, നമുക്ക് നേരത്തെ ലഭിച്ച സിഗ്നൽ അത് ഈ ലോറിയുടേതല്ല എന്ന് ഏകദേശം സ്ഥിരീകരിച്ചിട്ടുണ്ട്.
അതിദൗത്യ സംഘം ജില്ലാ ഭരണകൂടത്തെ ഔദ്യോഗികമായി തന്നെ അറിയിച്ചിട്ടുണ്ട് എന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. രണ്ടാമത്തെ കാര്യം, ഇപ്പോൾ നിലവിൽ അവിടെ നടക്കുന്ന ഒരു പ്രവൃത്തി എന്നുള്ളത് ഈ പുഴയോരത്തുള്ള മണ്ണ് നീക്കം ചെയ്യുകയാണ്. ദൗത്യ സംഘം അതിൽ ഏർപ്പെട്ടിട്ടുണ്ട്. അതിന് കാരണം ഇവർ പറയുന്നത് ഈ നിലവിൽ അർജുന്റെ ഫോൺ ലൊക്കേറ്റ് ചെയ്ത ഘട്ടത്തിൽ ഈ പുഴയോരത്ത് സമീപത്ത് ലൊക്കേറ്റ് ചെയ്തിരുന്നു എന്ന് പറയുന്നുണ്ട്. അത് സ്ഥിരീകരിച്ച വിവരമല്ല. എന്തായാലും ഈ പുഴയോരത്തുള്ള മണ്ണ് നീക്കം ചെയ്തു തുടങ്ങിയിട്ടുണ്ട്. ആ പ്രവൃത്തിയാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. സമാന്തരമായി നേരത്തെ ഉന്മേഷ് സൂചിപ്പിച്ചതുപോലെ ഇതിന്റെ നേരത്തെ ഇവരുടെ സംവിധാനങ്ങൾ പറഞ്ഞതുപോലെ ഇതിന്റെ എല്ലാ ഫോക്കസും ഈ പുഴയിലേക്ക് പോകുന്നു എന്ന് തന്നെയാണ്. തെരച്ചിൽ ഇതിനകം തന്നെ സൈന്യം അവരുടെ പ്രാഥമികമായിട്ടുള്ള തെരച്ചിൽ ഈ പുഴയിൽ ആരംഭിച്ചിട്ടുണ്ട്. അതിന്റെ ദൃശ്യങ്ങൾ ഉൾപ്പെടെ നമ്മൾ പങ്കുവച്ചിരുന്നു. NDRF സംഘവും ഇപ്പോൾ നിലവിൽ പുഴയിൽ തെരച്ചിൽ നടത്തുന്നുണ്ട്. അവർ ഈ സോണാർ സിസ്റ്റം ഒക്കെ ഉപയോഗിച്ചുള്ള തെരച്ചിലേക്ക് പോകും എന്നതാണ് അറിയിച്ചത്. അപ്പോഴും നമ്മളുടെ ദൗത്യ സംഘത്തിലുള്ളവർ ഈ പുഴയോരത്തെ മണ്ണുകൂടി നീക്കം ചെയ്യും. അത് നീക്കം ചെയ്താൽ മാത്രമേ പൂർണ്ണമായും കരയിൽ ലോറി ഇല്ല എന്ന തരത്തിൽ നമുക്ക് സ്ഥിരീകരിക്കാൻ കഴിയൂ. ആ ഒരു പ്രവൃത്തി കൂടി അവശേഷിക്കുന്നുണ്ട്. അപ്പോൾ പക്ഷേ അതിനെത്രത്തോളം സാധ്യതയുണ്ട്, അല്ലെങ്കിൽ ആ ലോറി കണ്ടെത്താനുള്ള സാധ്യത വളരെ കുറവാണ് എന്നതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അവരുടെ ഒരു സ്ഥിരീകരണത്തിന് വേണ്ടി അതുകൂടി നീക്കം ചെയ്യുന്നു എന്ന തരത്തിലാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. ഇതിനപ്പുറത്തേക്ക് ഈ പുഴയിൽ തന്നെ തിരച്ചിൽ കേന്ദ്രീകരിക്കുന്നു എന്നതാണ്. അതിൽ പ്രധാനപ്പെട്ട സേനാ വിഭാഗങ്ങളെല്ലാം നിലവിലിപ്പോൾ ഈ പുഴയിലെ തെരച്ചിലുമായി ബന്ധപ്പെട്ട ചർച്ചയിലും അതുമായി ബന്ധപ്പെട്ട പ്രാഥമികമായിട്ടുള്ള തെരച്ചിലും ആരംഭിച്ചിട്ടുണ്ട് എന്നതാണ് നമ്മൾ എന്തായാലും മനസ്സിലാക്കുന്നത്.